ഇടുക്കിയിലേക്ക് പോകാം. മലയോര ജില്ലയിൽ പലതരം പ്രശ്നങ്ങൾ അവിടെ പ്രചാരണ ഘട്ടത്തിൽ കടന്നു വന്നിരുന്നതാണ്. അപ്പോ ശബരിമല നിശ്ചയമായി പത്തനംതിട്ടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇടുക്കിയിലും പ്രതിഫലിക്കേണ്ടതാണ്. ആഷിക്ക് ഇടുക്കിയിൽ 3 മുന്നണികളുടെയും തൊടുപുഴയിൽ വെച്ചായിരുന്നു നമ്മൾ കണ്ടത്. തൊടുപുഴ ആര് പിടിക്കുമെന്നതൊക്കെ നമ്മൾ അന്ന് വലിയ തോതിൽ ചർച്ച ചെയ്തതായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇടുക്കിയിലെ കാറ്റ് എങ്ങോട്ടേക്ക് വീശാനാണ് സാധ്യത? തീർച്ചയായും ജിൽസി സൈഫുദ്ദീൻ, ഇടുക്കി ജില്ലയിൽ ഒരിടത്തും തന്നെയും ത്രികോണ മത്സരം എന്ന സാധ്യതയില്ല. പ്രധാനമായും മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പാരമ്പര്യമായ അധികാര കേന്ദ്രം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. തങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുക എന്നുള്ള ശ്രമമാണ് UDFിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നതെങ്കിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തി പിടിച്ചെടുത്ത LDF തങ്ങളുടെ ശക്തി കേന്ദ്രത്തെ അതേ നിലയിൽ തന്നെ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. LDFും UDFും മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് 8 ബ്ലോക്ക് പഞ്ചായത്തിലും 2 മുനിസിപ്പാലിറ്റികളും അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. കട്ടപ്പന, തൊടുപുഴ മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കാനുള്ള ഇടപെടലാണ് LDFിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത്. UDFിന് കട്ടപ്പന നഗരസഭയിലാണെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടർച്ചയായി ഒരു ശക്തി കേന്ദ്രം, അധികാര ദുർഗം എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ് UDFിന് കട്ടപ്പന നഗരസഭയുള്ളത്. അവിടെ വലിയ വിമതശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ, കോൺഗ്രസിനകത്തെ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും അത്തരം പ്രതിസന്ധികളെയൊക്കെയും മറികടന്നുകൊണ്ട് കട്ടപ്പന നഗരസഭയുടെ അധികാരം പിടിച്ചെടുക്കുക, ആ അധികാരം നിലനിർത്തുക എന്നുള്ള താല്പര്യത്തോടു കൂടി അതിശക്തമായ പ്രചരണം അവിടെ നടന്നിട്ടുണ്ട്. മുൻ MLAയും DCC പ്രസിഡന്റും ഒക്കെയായ EM അഗസ്റ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രചരണമാണ് അവിടെ നടന്നത്. അദ്ദേഹം തന്നെയും 22ാം വാർഡിൽ നിന്ന് മത്സര രംഗത്തുമുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്ത് ഒട്ടാകെയും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള ഒരു സംസ്ഥാന തലത്തിലേക്ക് മത്സരം ഉയർത്തുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് കട്ടപ്പന നഗരസഭയിലും പരീക്ഷിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അധികാരം നിലനിർത്താൻ UDFിന് കട്ടപ്പന നഗരസഭയിലായാൽ EM അഗസ്റ്റി തന്നെയും ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ചയെത്തും. അതേസമയം തൊടുപുഴ നഗരസഭ എടുത്ത് പരിശോധിച്ചാൽ തൊടുപുഴ നഗരസഭയിൽ കഴിഞ്ഞ ടേമിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങളൊക്കെയും അരങ്ങേറിയതാണ്. ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും UDFിന് അധികാരം നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അവസാന 6 മാസം മാത്രമാണ് UDF അധികാരത്തിലിരുന്നത്. വിമതരെ അടക്കം സ്വാധീനിച്ചുകൊണ്ട്, മുസ്ലിം ലീഗിനെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് LDFിന് അധികാരത്തിലേക്ക് 3.5 വർഷത്തോളം എത്താൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അവർ UDFിനുള്ളിലുള്ള ചില അസ്വാരസ്യങ്ങളടക്കം UDFിലെ മുസ്ലിം ലീഗ്, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അതാണ് ഇടുക്കിയിലെ സാഹചര്യം. തിരിച്ചു വരാൻ UDFും നിലനിർത്താൻ LDFും ഇടുക്കിയിൽ വലിയ പോരാട്ടം നടന്നൊരു മണ്ണ് കൂടിയാണ്. ഫലം എന്താകുമെന്ന് കാത്തിരിക്കാം. നേരെ